ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പല പല പ്രശ്നങ്ങളുമായിരുന്നു. ഒന്ന് ഫാം നിർത്തി പോകുന്നതിൻ്റെയും മഴേൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസും അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ എനിക്കത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു വലിയൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഫാം തുടങ്ങി, അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫാം തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യം തന്നെ ഞാനത് പറയാം. അപ്പം ഞാൻ ഒരു അമ്മക്കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണെന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മെഷീനിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ഇന്ന് രാത്രി വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് ഞാൻ അവരെ മാറ്റുള്ളൂ കേട്ടോ, മെഷീനിൽ നിന്ന് മാറ്റുള്ളൂ. അവരെ ഇതിലുള്ള മേത്ത് ഒരു വെറ്റുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഉണങ്ങി സ്പോഞ്ച് പോലെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രൂഡർക്ക് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഗ്ലൂക്കോസ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധാ നമ്മളെ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമൊന്നുമല്ല, പച്ചവെള്ളത്തിൽ. എൻ്റെ വീട്ടിൽ കിണറ്റിലെ വെള്ളമാണ്, ക്ലോറിനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വെള്ളത്തിൽ അതാണ് ഞാൻ ആദ്യം കൊടുക്കുക കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടർ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്. അമ്മക്കോഴി ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, അമ്മക്കോഴീൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റാർട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇത് ഞാൻ 7 ദിവസം, ഫസ്റ്റ് 7 ദിവസം ഏത് കോഴി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞതാണെങ്കിലും അമ്മക്കോഴി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ അങ്ങനെയായിട്ടാണ് ചെയ്യാറ്. 7ാമത്തെ ദിവസം പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് വാക്സിൻ കൊടുക്കും. ലെസോട്ടയാണ് കൊടുക്കാറ്, കണ്ണിലാണ് ഒറ്റിച്ച് കൊടുക്കേണ്ടത്. പിന്നെ 14ാമത്തെ ദിവസം IBD വാക്സിൻ കൊടുക്കും. അത് ഇപ്പോൾ വലത്തെ കണ്ണിൽ ഒറ്റിച്ചിരുന്നെങ്കിൽ അടുത്തത് IBD ഇടത്തെ കണ്ണിൽ ഒറ്റിക്കും. പിന്നെ 21ാമത്തെ ദിവസം വീണ്ടും ലെസോട്ട ബൂസ്റ്റർ, 28ാമത്തെ ദിവസം IBD, ഇങ്ങനെ 4 വാക്സിൻ കൊടുക്കും കേട്ടോ. അത് ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് 36 ദിവസം കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് ഡീവാമിങ് ചെയ്യും. ഇളക്കും കേട്ടോ. ഇളക്കാതെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു വിരശല്യത്തിൻ്റെ ഒരു ഇത് ടെൻഡൻസി കാണാറുണ്ട്. ഇങ്ങനെ ശ്വാസം വലിക്കുന്നതും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് 20 ദിവസം സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ഡ്രൈയിലാണ് കൊടുക്കാറ്, മിക്സ് ചെയ്തിട്ടൊന്നുമല്ല കൊടുക്കാറ്. 20 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പപ്പായ ഉണ്ടല്ലോ, പച്ച പപ്പായ, അത് തൊലി കളയാതെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറയോട് കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കുറച്ച് ചോറെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട്, കോഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറ് കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ, ഉണ്ടാക്കാറുണ്ട്. അത് അരിയുമെന്ന് വിട്ട രീതിയിൽ ജസ്റ്റ് 1-2 തള തിളച്ചതിന് ശേഷം അത് എടുക്കും. അങ്ങനെ നല്ല വെന്ത ചോറല്ല, എന്നാൽ പച്ചരി അല്ലാത്ത രീതിയിൽ ഞാൻ ഒരു ചാക്ക് ഇറക്കാറുണ്ട് കോഴികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഈ പറഞ്ഞ സ്റ്റാർട്ടറും പിന്നെ അതുപോലെ തന്നെ പച്ചപ്പപ്പായ ഗ്രേറ്റ് ചെയ്തതും കൂടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ വിരശല്യം ഒരു പരിധി വരെ ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു 36 ദിവസം മുതൽ 46 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഡിവാമിങ് ചെയ്യും, ഇളക്കും. ഫസ്റ്റ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഡിവാമിങ് ചെയ്യുന്നത് അൽബോമാർ വെച്ചിട്ടാണ്. പിന്നെ വലിയ കോഴികൾക്ക് ഡിവാമിങ് ചെയ്യുമ്പോൾ ഞാൻ പല മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. ഒരേ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാറില്ല, കാരണം അത് പിന്നെ റിസൾട്ട് കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മാറ്റിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ഇളക്കും. മരുന്ന് സെയിം ഡോസ് തന്നെ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ R2B വാക്സിൻ അടിക്കേണ്ടത്. 2 മാസം കഴിഞ്ഞ് ഒരു 56 ദിവസം കഴിഞ്ഞിട്ട് ഒരു 60 ദിവസത്തിനുള്ളിൽ R2B വാക്സിൻ അടിക്കണം. പക്ഷേ എനിക്ക് R2B വാക്സിൻ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും എനിക്കത് പിടിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹോമിയോൻ്റെ ഇതിൽ കിട്ടും, Bet1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ കിട്ടും. അത് വാങ്ങിയിട്ട് 3 ദിവസം അടുപ്പിച്ച് കൊടുക്കും കേട്ടോ, കുടിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ എനിക്ക് R2Bനേക്കാളും ചിലവ് കൂടുതലാണ്, എന്നാലും എനിക്ക് വേറൊരാളെ ഹെൽപ്പിന് ചില സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ടാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ കോഴികൾക്കും ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ, Bet1 കൊടുക്കാറുണ്ട്. അങ്ങനെ അത് കൊടുക്കുന്നതുകൊണ്ട് ഇനി R2Bൻ്റെ അടിക്കുന്ന ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോഴി വസന്ത അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്ക് കോഴി വസന്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബർ, ഞാൻ പറഞ്ഞല്ലോ ആ കോഴിനെ വാങ്ങിയ സമയത്ത് തുടക്കത്തിൽ പറഞ്ഞണമെന്ന് വിചാരിക്കുന്നു. ഡിസംബർ നവംബർ മാസത്തിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കോഴികളെ വെച്ചിട്ട്
തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ, കോഴിവസന്തിയും പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നെ ഈ വെറ്റുവാൺ എന്ന് പറഞ്ഞ മരുന്ന് വാങ്ങി കൊടുത്തതിന് ശേഷമാണ് ഞാനൊന്ന് ട്രാക്കിൽ തിരിച്ച് കയറിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നന്ന രാവിലെ എനിക്ക് എന്തായാലും കോഴി ഫാമിലേക്ക് ഇറങ്ങാൻ കഴിയൂല, കാരണം മോൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ മോളെ സ്കൂൾ വിട്ട് 10 മണി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഫസ്റ്റ് ഫുഡ് ഇവർക്ക് കൊടുക്കാറ്. അതേപോലെ തന്നെ വൈകുന്നേരം രാത്രി അവർ ഏകദേശം നല്ലോണം ഇരുട്ടായതിന് ശേഷമാണ് അവർ കയറാറ്. അപ്പോൾ വൈകുന്നേരം നല്ലോണം വയറ് നിറച്ച് കൊടുക്കും. പിന്നെ കൂട്ടിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല. അത് കാരണം താറാവും കൂടെ ഉള്ളതുകൊണ്ട് കൂട് വൃത്തികേടാവും, നനഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുന്ന സ്മെല്ല് വരും. അപ്പം അതുകൊണ്ടും ഞാൻ അങ്ങനെ വെള്ളമൊന്നും വെച്ച് കൊടുക്കാറില്ല. ഫുഡ് നല്ലോണം കൊടുക്കും വൈകുന്നേരം. പിന്നെ രാവിലെ ഫസ്റ്റ് കൊടുക്കുന്നത് ഗോതമ്പം കുതിർത്തതായിരിക്കും, എപ്പോഴും ഞാൻ അതാണ് കൊടുക്കാറ്. അല്ലാതെ എനിക്ക് രാവിലത്തെ ഫുഡ് മിക്സ് ചെയ്യാൻ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പം ഇനി സ്കൂളൊന്നും ഇല്ല, നല്ല ഫ്രീ ഉള്ള സമയമാണെങ്കിൽ മാത്രം ഈ കണ്ട ചപ്പും ചവറും ഇതൊക്കെ അരിഞ്ഞിട്ട് കൈത്തീറ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. മുട്ടത്തീറ്റ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട്. പിന്നെ ഉച്ച സമയത്ത് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇലകൾ, പുല്ലുകൾ, ചീര, ചായാമൻഷ, മൾബറി, ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇലകൾ വലിച്ചിട്ട് കൊടുക്കും. ചില സമയത്ത് എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, അരിഞ്ഞ് ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഞാൻ അരിഞ്ഞു കൊടുക്കും. ഈ 20 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ ഇലകൾ കൊടുത്ത് ശീലിപ്പിക്കും, നമ്മൾ കൈത്തീറ്റ കൊടുത്ത് ശീലിപ്പിക്കും. പിന്നെ ഞാൻ ഗ്രോവർ വാങ്ങാറില്ല, ഗ്രോവറിന് ഞാൻ വാങ്ങാറില്ല. കാരണം ഞാൻ 2-2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഈ വലിയ കോഴികളെ കൂടെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇടാറ് കേട്ടോ. സെയിലായി പോകാത്ത കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ നമ്മൾ പാരൻറ്റ് സ്റ്റോക്കൊക്കെ വെക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പം അതിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറ്. പിന്നെ ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കോഴികളിലൊന്നും ഇപ്പം നമ്മളെ അടുത്ത് എല്ലാ കോഴികളൊന്നും ഇല്ല. ചില കോഴികളൊക്കെ ഇപ്പോഴും ബുക്കിഡാണ്, എനിക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട് പെൻഡിങ് കിടന്നതാണ്. പിന്നെ ചില കോഴികളൊക്കെ അയച്ചിട്ടുണ്ട്, ഇവരൊന്നും ഇപ്പോൾ ഇതിലില്ല കേട്ടോ. കുറേ കോഴികളിപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയുക, പ്രോബയോട്ടിക്സ് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തായാലും കോഴികൾക്ക് കൊടുക്കാറുണ്ട്. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ തൈര് മിക്സ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ചോറ് കുക്ക് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കും, എന്നിട്ട് അതിൽ തൈര് മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അല്ലാത്ത ഇപ്പോൾ ഈ മഴക്കാല സമയത്തൊക്കെ പ്രോബയോട്ടിക്സ് പൗഡർ വാങ്ങിയിട്ട് കുടിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗോതമ്പം കുതിർത്ത് വെക്കുമ്പോൾ അതിൽ ഈ ആര്യവേപ്പ്, പച്ചമഞ്ഞൾ, അല്ലെങ്കിൽ പച്ചമഞ്ഞളില്ല എല്ലാ സീസണിലും നമുക്ക് കിട്ടൂലല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി, അത് പിന്നെ തുളസി, ആടലോടകം, ഇങ്ങനെയുള്ള എല്ലാം കൂടെ അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കുതിർത്തുന്ന വെള്ളത്തിൽ വെക്കും. ഇടുമ്പം ഈ ഗോതമ്പ് വെള്ളം കുടിച്ച് കുതിർന്ന് വരുമ്പോഴേ എന്താ പറയുക, ആ ഒരു മരുന്നും കൂടെ അവരെ വയറ്റിലാവുമ്പോൾ ഒരു പരിധി വരെ രോഗങ്ങളൊക്കെ തടയും. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ 45 ദിവസം കൂടുമ്പോൾ ഞാൻ വിര ഇളക്കാൻ എന്തായാലും ശ്രദ്ധിക്കും. ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ടാണ് ഞാൻ വിര ഇളക്കാറ്. പിന്നെ അതുപോലെ തന്നെ ആ വിര ഇളക്കി 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എല്ലാ കോഴികളെയും 2 മാസത്തിനുള്ളിൽ തന്നെ കുളിപ്പിക്കും കേട്ടോ. ഈ കോഴിപ്പേൻ്റെ ശല്യം കുറയാൻ വേണ്ടിയിട്ട് ടിക്ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ വാങ്ങാൻ കിട്ടും വെറ്റിനറി ഷോപ്പിൽ. അത് വാങ്ങിയിട്ട് 20 ലിറ്റർ വെള്ളത്തേക്ക് ഒരു 10 ml ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കോഴീൻ്റെ തലഭാഗം മാത്രം ഒഴിവാക്കിയിട്ട്, അതായത് കണ്ണിൻ്റെ മുഖഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ള് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് തുറന്ന് വിടും കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ അവർ ഉണങ്ങിക്കോളും. വെയിലുള്ള ദിവസമാണ് കൂടുതലും ചെയ്യാറ്. അങ്ങനെ മഴക്കാലം ആവുന്നതിന് മുന്നേ മഴ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ചെയ്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വിരയിളക്കലും ഈ ടിക്ടോക്സ് വെള്ളത്തിൽ മുക്കിയിടുന്നതുകൊണ്ടും കോഴികളെ മേത്ത് പാൻ ശല്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ശരീരത്തിൽ പിടിക്കും. അപ്പോൾ കോഴികൾ നല്ല ഷേപ്പും കാര്യങ്ങളും ഭംഗിയും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഒരു അസുഖം ഇല്ലാതാവട്ടെ. ഈ നെഞ്ചുണക്ക് വരുന്നതിന് പ്രധാന കാരണം ഈ കോഴിപ്പാൻ്റെ ശല്യമാണ്. 2 ടൈപ്പ് കോഴിപ്പാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശല്യം കൂടെ കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ തടയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആഴ്ചയിൽ 1-2 ദിവസം ഷെഡിലുള്ള ലിറ്റർ ഞാൻ ഇളക്കി കൊടുക്കും. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം കുമ്മായം വിതറുക. കുമ്മായപ്പൊടി ഇട്ട് കൊടുക്കും. കുമ്മായം ഞാൻ 5 കിലോൻ്റെ പാക്കറ്റ് കൊണ്ടുവന്ന് വെക്കാറാണ്. പിന്നെ കേജിലുള്ള ലിറ്റർ എന്തായാലും നമ്മൾ 15 ദിവസത്തിനുള്ളിൽ മാറ്റി കൊടുക്കണം. കാരണം അതിൽ പകുതിയിലും 90% അവർ ചിക്കിപ്പറിക്ക് താഴേക്ക് തള്ളിയിട്ടിട്ടുണ്ടാവും ആ കേജിൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ. എന്നാലും ബാക്കിയുള്ളത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുമ്മായം ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്.
പിന്നെ ടൈമും നമ്മളെ മൂഡൊക്കെ അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ കോഴിക്കൂട്ടിലൊക്കെ കേജുകളിലൊക്കെ ഓലച്ചൂട്ട് കത്തിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് കാണിക്കും. അതുപോലെ തന്നെ പുകയ്ക്കും, ചകിരിയും ചീമക്കൊന്നയൊക്കെ ഇട്ടിട്ട് പുകയ്ക്കും. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണുക്കളും കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ദിവസം ഞാൻ ചന്ദനത്തിരി അങ്ങനെ കുന്തിരിക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിക്കും. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതും കൂടെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പണിയെടുക്കണം. പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളൂ. പിന്നെ ഈ ലാഭം എന്ന് പറയുന്ന സംഭവം നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ കൂലിയാണ് കേട്ടോ, അല്ലാതെ ലാഭമല്ല. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്കാണെങ്കിൽ നമ്മൾ വീടും നമ്മളെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒരു ഇൻകം നമുക്ക് ഉണ്ടാക്കാന്നുള്ളതും പ്ലസ് നമ്മളെ വീട്ടിൽ നല്ല മുട്ട നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്നുള്ളതും കൂടിയാണ് ഒരു ബെനിഫിറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന സമയം അല്ലെങ്കിൽ ഉറങ്ങി തീർക്കുന്ന സമയമൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മളെ മാനസിക സന്തോഷം നമുക്ക് നിലനിർത്തി പോകാൻ പറ്റും. പിന്നെ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടം കൂടെ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. ചില ഹസ്ബൻഡ് ഭാര്യമാരെ കൊണ്ട് നിർബന്ധിപ്പിക്കും. അപ്പോൾ എന്നിട്ട് അവർക്ക് താല്പര്യമില്ലാതെ അവരിങ്ങനെ ഓരോ ചെയ്യും. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടമ്മമാർക്ക് ഇത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് ഏത് ഫീൽഡിനോടാണോ നമുക്ക് ഇഷ്ടം അത് മാത്രം നമ്മൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ചിലവർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും, ചിലവർക്ക് ഇങ്ങനെ ഫാമിംഗ് ആയിരിക്കും. അങ്ങനെ എന്താണോ നമ്മളെ താല്പര്യം എന്നുള്ളത് അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ടോപ്പ് ആവാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനോടൊരു നല്ല റിസൾട്ടും ഉണ്ടാവും, നമുക്ക് സന്തോഷവും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലേ, ഉറങ്ങി തീർത്തിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ എപ്പോഴും എൻഗേജ് ആയിരിക്കും, നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാനുണ്ടാവില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും കോഴി വളർത്തണം എന്നല്ല പറയുന്നത്. ചിലർ നന്നായിട്ട് കുക്ക് ചെയ്യും, ചിലർ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക്, എന്താണോ നമ്മൾ കഴിവ് എന്നുള്ളത് അത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഇതൊരു സൈഡ് വരുമാനമായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. ഒരു സമയത്ത് 25-30 ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം കുഞ്ഞുങ്ങളെ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, 2 ഇൻക്യുബേറ്ററിലും 10-15 കോഴികളൊക്കെ ഒരുമിച്ച് അടവച്ചിട്ട് ഇങ്ങനെ, അതായത് ഒരു ഗ്യാപ്പ് ഞാൻ ഒരു സ്കെഡ്യൂൾ ചെയ്യും, ഈ സമയത്ത് ഇത്ര കുഞ്ഞുങ്ങളെ ഇറക്കണം എന്നുള്ളത്. അപ്പം ആ രീതിയിലാണ് ഞാൻ എന്താ പറയുക, കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് അത് സെയിൽ ചെയ്യൽ. പിന്നെ അതിൽ സെയിൽ ആവാത്ത കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അത് ചിലത് പൂവന്മാർ കൂടുതലാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചന്തയിൽ, പെരുവള്ളൂർ ചന്ത ഉണ്ട്, അപ്പോൾ അവിടെ കൊടുത്തിട്ട് അങ്ങനെ പൈസ ആക്കലാണ്. പിന്നെ നമുക്കിത് കുഞ്ഞുങ്ങളെ കൊടുക്കൽ മാത്രമല്ല, നമ്മളെ കോഴിത്തീറ്റയ്ക്കുള്ള ചിലവിന് അതായത് നമ്മൾ തീറ്റ വാങ്ങുമല്ലോ, അതിനുള്ള പൈസ നമ്മൾ എന്തായാലും മുട്ട വിറ്റിട്ട് ഉണ്ടാക്കണം. അതായത് താറാവായിട്ടും കോഴിമുട്ട സെയിലാക്കിയിട്ടും നമ്മൾ അവർക്ക് തീറ്റയ്ക്കുള്ള പൈസ നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കണം. പിന്നെ നമ്മളെ ലാഭം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ വിറ്റിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ കൊടുക്കാൻ നോക്കുക. കസ്റ്റമർ നമ്മളേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവാൻ നോക്കുക. അവർ ഓരോ ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഞാനൊക്കെ വാങ്ങിയ സമയത്ത് ചില ബ്രീഡർമാരെ നമ്മൾ വാങ്ങുന്നത് അവർ ഇവിടെ സാധനം എത്തിയോന്നോ, ഡെലിവറി ചെയ്തിട്ട് ഇവിടെ എത്തിയോന്നോ അങ്ങനെയൊന്നും അന്വേഷിക്കൂല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മെസ്സേജ് ഇട്ടാലും റിപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ തുടക്കക്കാർ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു 3-4 പെടക്കോഴിയും ഒരു പൂവനും വെച്ചിട്ട് തുടങ്ങുക. അത് ഒരു കൊല്ലം, അതായത് 4 സീസണും, മഴക്കാലം, വേനൽക്കാലം, തണുപ്പുകാലം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സീസണിലും നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചതിന് ശേഷം എന്തൊക്കെ മരുന്നുകളാണ്, എങ്ങനെയൊക്കെ ചിലവ് കുറച്ച് ഫുഡ് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഫാം വലുതാക്കിയാൽ മതി. ആദ്യം ചെറിയൊരു കൂട് തുടങ്ങുക, എന്നിട്ട് അത് തുടങ്ങുന്നത് തന്നെ മരക്കൂട്ടിൽ നിന്ന് തുടങ്ങുകയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കമ്പിക്കൂട്ടിനേക്കാൾ കുറച്ചും കൂടെ റിസൾട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതാവുന്നത് മരക്കൂടിലാണ്. അതിൽ അടിയിൽ ഈർച്ചപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സംവിധാനത്തിലുള്ള കൂട് നോക്കിയിട്ട് വാങ്ങിയ അങ്ങനെ ചെയ്യായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്പിക്കൂട്ടിലാവുമ്പോൾ ഈ മഴക്കാലത്തായാലും ഡിസംബർ നവംബർ ടൈമിലുള്ള തണുപ്പ് കാലത്തൊക്കെ പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കോഴികൾക്ക്. മരക്കൂട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല കുട്ടികളൊക്കെ വളർന്നു വരലുണ്ട്.
പിന്നെ അതുപോലെ തന്നെ കോഴികളെയും താറാവിനും ഒരുമിച്ച് ഒരു കൂട്ടിലിടാതെ നോക്കുക. കാരണം താറാവിന് നമുക്കിനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ താറാവിന് ഇടുമ്പോൾ എന്തായാലും നമുക്ക് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഫുഡല്ലേ കൊടുക്കുക. അപ്പോൾ അത് കൂട്ടിൽ വെള്ളത്തിൻ്റെ ഇത് വരും, അപ്പോൾ കൂട്ടിൽ സ്മെല്ല് വരും. അപ്പോൾ താറാവിന് സെപ്പറേറ്റ് കൂടാക്കുക. പക്ഷേ നടക്കുന്ന സമയത്ത് അയച്ചു വിടുന്ന സമയത്ത് ഒരുമിച്ചിട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെറിയ ടൈമിനൊക്കെ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറേണ്ടി വന്നാൽ ഒരുമിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. അല്ലാഞ്ഞാൽ കൂടുതൽ സമയം ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ താറാവ് എന്തായാലും കൂട്ടിൽ വെള്ളം നമുക്ക് വെള്ളം വെച്ച് കൊടുക്കുക, ഫുഡ് വെച്ച് കൊടുത്ത് പോകേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ താറാവ് എന്തായാലും വെള്ളം കൂട്ടിലാക്കിയിട്ട് ചളി പിളിയാക്കും. അപ്പോൾ സ്മെല്ല് വരും, അതിൽ നിന്ന് അസുഖം വരും, കുരുപ്പ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനിവരെ പറഞ്ഞല്ലോ നേരത്തെ, രാവിലെ ഗോതമ്പ കൊടുക്കാറ്, ഉച്ചയ്ക്ക് ഇലകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇലകൾ കൊടുക്കും. വൈകുന്നേരം ഞാൻ എന്തായാലും ഒരു 2-3 കിലോ റൈസ് കുക്ക് ചെയ്യും, ഹാഫ് കുക്ക് ചെയ്തിട്ട് അതിൽ ചില സമയത്ത് കപ്പ ആഡ് ചെയ്യും. കപ്പ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ആൾക്ക് പാടമൊക്കെ ഉണ്ട് നമ്മളെ എൻ്റെ മൂത്താപ്പയ്ക്ക്, അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പീടികയിൽ നിന്ന് വില കുറഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങും. അതുപോലെ തന്നെ ചക്ക, ഇങ്ങനെ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് നമുക്ക് കുറച്ച് പൈസക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുത്തിട്ട് ഈ ചോറിൻ്റെ കൂടെ ആഡ് ചെയ്തു കേട്ടോ. കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഷവർമ ഷോപ്പിൽ നിന്ന് വേസ്റ്റ് എടുക്കാറുണ്ട്, അതായത് ഫുഡ് വേസ്റ്റ് അല്ല, പച്ചക്കറി വേസ്റ്റ് എടുക്കാറുണ്ട്. അത് ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ആക്കിയാണ്ട് കൊടുക്കും. എന്തായാലും ചോറ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അരിവേപ്പും മഞ്ഞളും വെളുത്തുള്ളിയും ഉലുവയും ഞാൻ ആഡ് ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്. ഈ ഉലുവ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ രക്തം കാഷ്ടിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ ഉലുവ കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി കൊടുക്കുമ്പോൾ ദഹനത്തിനുള്ള അതൊക്കെ നല്ല രീതിയിൽ ആയി കിട്ടുമേ. പിന്നെ വെള്ളത്തിൽ ഞാൻ കൊടുക്കാറ് ഗ്രോവി ഫ്ലെക്സ് കൊടുക്കാറുണ്ട്. എന്താ പറയുക, വിമറാൾ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. വിമറാൾ ഞാൻ വലിയൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അന്ന് തന്നെ തട്ടി ചിന്തിപ്പോയി. പിന്നെ അതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ കൊടുക്കാറ് ഒസ്റ്റോവെറ്റ് കൊടുക്കാറുണ്ട്, ഗ്രോവി ഫ്ലെക്സ് കൊടുക്കാറുണ്ട്, പിന്നെ ലിവർ ടോണിക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഓയിൽ കൊടുക്കാറുണ്ട്. ഫിഷ് ഓയിൽ വെള്ളത്തിലല്ല കൊടുക്കാറ്, ഫുഡിൽ ആഡ് ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്, ഫുഡിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ 1-2 വട്ടം ന്യൂറോബയോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മെഡിസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ അതിൽ കിട്ടുമല്ലോ, ഓരോന്ന് കാണിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കോഴീനെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ആര്യവേപ്പ്, മഞ്ഞൾ, വെറ്റില, ആടലോടകം, തുളസി ഇങ്ങനെയുള്ള പച്ചിലവർഗ്ഗങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെ വളപ്പിൽ നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില, മൾബറി, ചീരകൾ, വെറൈറ്റി ചീരകളൊക്കെ ഉണ്ടല്ലോ, പല പല ചീരകളും നമുക്ക് അധികം മെനക്കേടില്ലാതെ താനേ ഉണ്ടായി വരുന്നത്. സാമ്പാർ ചീര, പിന്നെ മറ്റേ വയലറ്റ് കളറുള്ളൊരു കാട്ടുചീര ഉണ്ടല്ലോ അത്, പിന്നെ മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന, വാഴ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എത്ര സ്ഥലപരിമിതി ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുടുങ്ങുമ്പോൾ ഇലകൾക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. പിന്നെ മഴക്കാലത്ത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല, വേനൽക്കാലത്ത് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു തീറ്റ കുറക്കാൻ വേറൊരു മാർഗ്ഗമാണ് അസോള. എല്ലാവരും കുറച്ചെങ്കിലും കോഴികളെ വളർത്തുന്നുണ്ട്, ആടുകളെ വളർത്തുന്നുണ്ട്, പശുവിനെ വളർത്തുന്നൊക്കെ ഉണ്ടെങ്കിൽ അസോളയും കൂടെ അതിൻ്റെ കൂടെ വളർത്താൻ നോക്കുക കേട്ടോ. അപ്പോൾ അസോള ഉണ്ടാക്കുമ്പോൾ അതിൽ ഗപ്പി ഇട്ടാൽ മതി, അപ്പോൾ കൊതുക് ശല്യം ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം ചാണകം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഈ കോഴിക്കാഷ്ടം തന്നെ ഉപയോഗിച്ചാലും മതി കേട്ടോ. കോഴിക്കാഷ്ടം കുറച്ച് വിതറി കൊടുത്താലും അസോള ഉണ്ടാവും. പിന്നെ അസോള കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണക്കിയിട്ട് സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഉണക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളകും കൂടെ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകാതെ നമുക്ക് അസോള ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലാഞ്ഞാൽ നമ്മൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുമ്പോൾ പകുതി കാണാനുണ്ടാവില്ല, ഉറുമ്പ് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ കൂട് നമ്മളെപ്പോഴും ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ പരിസരം ഇവരിങ്ങനെ നടക്കുന്ന ഏരിയ ഉണ്ടല്ലോ, വൈഡ് ഏരിയ അല്ല, ഇതേപോലെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു മുറ്റം ഇവർക്ക് നടക്കാനായിട്ട് ഏരിയ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ എല്ലാ ദിവസമൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം മാക്സിമം ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞാൻ പറയും കുറച്ചും കൂടെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉഷാറായിരിക്കും. എനിക്കതൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ പിന്നെ ഫാം നിർത്താമെന്നുണ്ടായതുകൊണ്ട് പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ
അങ്ങനെയൊക്കെയുള്ളതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇവർക്ക് അസുഖമില്ലാതെ നിൽക്കും. പിന്നെ കൂട്ടിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ ഈ ലിറ്റർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ വെണ്ണീറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മണലോ എംസാൻഡൊക്കെ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മണ്ണ് കുളിക്കാനുള്ള സൗകര്യം കൂട്ടിലുണ്ടായിക്കോളും. പിന്നെ ഇറങ്ങി നടക്കുന്ന സ്ഥലത്ത് മെറ്റലൊക്കെ ഇട്ടുകൊണ്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ, കോമ്പൗണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. ഞാൻ അങ്ങനെ ഒരു ഫാമിൽ കണ്ടിട്ടുണ്ട്. അത് എനിക്കൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ അഴിച്ചു വിടുന്ന ഭാഗം ഫുള്ള് മെറ്റലിട്ടിട്ട് അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് നടക്കാനും പറ്റും. പിന്നെ വൈകുന്നേരം ഇവരെ കൂട്ട് കയറ്റിയതിന് ശേഷം അവിടെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയില്ല. പിന്നെ അതുപോലെ തന്നെ കാഷ്ടം വീണ്ടും കൊത്തി തിന്നുന്ന അവസ്ഥയില്ല. പിന്നെ കൂട്ടിൽ ഇവർക്ക് എംസാൻഡും ഈ മരപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലിറ്ററാണ് അവർ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് കുളിക്കുന്ന പ്രശ്നം അവിടെ സോൾവ് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പുതുതായിട്ട് ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യുക. ഞാനൊക്കെ ഓരോന്ന് പഠിച്ച് വന്നപ്പോൾ എനിക്ക് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. എന്തായാലും ഇനി ഞാൻ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.